ഹലോ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയോ, ഞാനേ എൻ്റെ വീട്ടിലാട്ടോ, കണ്ണൂർ, അറിയാലോ എല്ലായിരിക്കും. അപ്പോൾ കുളിച്ചൊരുങ്ങി പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയാം. അതായത് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടുന്നു. അധികാരമില്ല, ഞങ്ങൾ കസിൻസ് മാത്രം. അപ്പോൾ ഇതേ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനും മോളൊക്കെ വന്ന് പോസ്റ്റ് ചെയ്യുന്ന സീനാണ് കണ്ടത്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി അല്ല, നമ്മുടെ നാടിൻ്റെ സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്ത് മുന്നേക്ക് റബ്ബറായിരുന്നു, ഇപ്പോൾ മുറിച്ച് അവർ പ്ലോട്ടായിട്ട് വിൽക്കുകയാണ്. അപ്പോൾ റബ്ബറുള്ള സമയത്ത് നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, വീടിന് നേരെ ഫ്രണ്ടിൽ റബ്ബർ തന്നെയാണ്, സൈഡിലൊക്കെയാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അവർ ഓട്ടോയിൽ വന്നോളൂ എന്ന് പറഞ്ഞു, അമ്മയും അപ്പനൊക്കെ കൂടി. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 1.5 ഏക്കർ സ്ഥലത്തെ ഗ്യാപ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നേരെ പോകുന്നത് തറവാട്ട് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു അട്ടേനെ കണ്ടു, ഞങ്ങളുടെ നാട്ടിലുള്ള അട്ട കേട്ടോ. ഇതിനെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ചുരുണ്ടു പോകും. അപ്പോൾ അച്ഛനും മോളും പറഞ്ഞു, ഒന്ന് ഞങ്ങളുടെ വീഡിയോ എടുക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് നേരെ തറവാട്ടിലേക്ക് പോകണം കേട്ടോ. തറവാടിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഓർമ്മകളുണ്ടാവും അല്ലേ? ശരിയാണ്, ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ 90s കിഡ്സ്. അപ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ടി വി ഇല്ല, ഇവിടെ ടി വി ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ടി വി കാണാമല്ലോ. 4 മണിക്കൊക്കെ എഴുന്നേക്ക് വരുന്നു വെളുപ്പിന് ടി വി കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ആരും വീട്ടിൽ താമസിക്കുന്നില്ല, പക്ഷേ ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് കേട്ടോ. പണ്ട് ഈ ഒരു കുഞ്ഞു വീട്ടിൽ എത്ര പേരാണ് നിന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ദൈവമേ, മാമനും ആൻറ്റിയും ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ഇപ്പം അമ്മയുടെ അനിയത്തിമാർ വന്നാൽ അവരുണ്ടാവും, എല്ലാവരും എന്ത് ഹാപ്പി ആയിട്ടാണ് ഈ ചെറിയ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം എല്ലാവർക്കും വലിയ വലിയ വീടുകളായി, ആർക്കും പ്രൈവസി പോരാ അല്ലേ? അതൊക്കെ ഒരു വേറെ തന്നെ കാലം. വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും വരും, 10 ദിവസമെങ്കിൽ 10 ദിവസം എല്ലാവരും വരും, സ്റ്റേ ചെയ്യും, അടിച്ചു പൊളിക്കും, കളിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ വെള്ളത്തിനൊക്കെ ക്ഷാമം കേട്ടോ. ഒരുപാട് സ്ഥലത്ത് പോയിട്ടൊക്കെ വെള്ളമൊക്കെ കോരിക്കൊണ്ടുവരും. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഈ വീടിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം കുറേ കാലം ഇവിടെ തന്നെയായിരുന്നു, പിന്നെ അപ്പൻ്റെ വീട്ടിൽ പോയി, പിന്നെ ഇവിടത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇത് ആൻറ്റിയുടെ വീടാണ്, ആൻറ്റിക്ക് വേണ്ടിയിട്ട് തറയിട്ടേക്കുന്നതാണ് അവിടെ. ആൻറ്റീൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റും ചെടികളാണ്. എന്തോരം ചെടികളാണെന്ന് പറയാം. ആൻറ്റി ഇങ്ങനെ സംരക്ഷിച്ച് കുറേ, ആൻറ്റിക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയാം, എനിക്കറിയില്ല. അത് വീടിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറേ തരം ചെടികൾ ആൻറ്റി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇവരെയും വിളിച്ച് ഞങ്ങൾ നടക്കുകയാണെന്നും പറഞ്ഞ് ഇവരോടും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് അവിടെയാണ് ഞങ്ങൾക്ക് പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നും തന്നെ ഇല്ല. കുറേ കാലമായി എല്ലാവരും ഒത്തുകൂടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും പിന്നെ ബന്ധങ്ങളുടെ ആഴമറിഞ്ഞിട്ട് എന്ന് വിചാരിക്കരുത്. എല്ലാ വീട്ടിലും വെപ്പും കുടിയും വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പണിയുമില്ല, പിന്നെ ഉണ്ടാക്കുന്നുമില്ല. നമുക്ക് കറി മാത്രം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ഈവനിങ്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഇനിയിപ്പം ഓരോരുത്തരും ഓരോ വഴിക്കൊക്കെ പോവുകയാണ്. അതുകൊണ്ട് ഇനി എല്ലാവരും ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സമയവും സന്ദർഭവും കാര്യങ്ങളും എല്ലാവരും കൂടി ഒത്തു വന്നപ്പോൾ ഓക്കെ, ഇന്നൊരു ദിവസം നമുക്കൊരു ഈവനിങ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരായി പഠിക്കാനും ജോലി ആവശ്യങ്ങൾക്ക് എല്ലാവരും വിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എത്തി എല്ലാവരും കൂടി അവളെ കളിയാക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരോടും ഇത് എൻ്റെ വീടാണ്, പൊക്കോ എന്ന് പറഞ്ഞ് അവൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൂടി കളിയാക്കുന്നത്. അതാണ് നാണിച്ച് അച്ഛൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും പേരൊക്കെ ഉണ്ടാവുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ എന്തായാലും എത്തിയവരാണ് കേട്ടോ. അപ്പോൾ ഒരാളിതേ അവൾ കളിയാക്കിക്കൊണ്ടിരിക്കുക, നീ എന്താ ഇങ്ങനെ പറഞ്ഞു, നീ എന്താന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീടാണിത് എന്നൊക്കെ പറഞ്ഞു. മറ്റവളിതേ ക്യാമറ കണ്ടപ്പോൾ തന്നെ തല കുത്തി നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ കാണിക്കരുത്, ഞാൻ എന്തായാലും നീ നിവർന്നിരിക്കുന്നവരെ ഞാൻ വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഭയങ്കര വലിയ കുട്ടിയാണ്, ഒരു നേഴ്സാണ് അവൾ. എന്നിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും ഷുഗർ ആയതുകൊണ്ട് ഒരു കേക്ക് മുറിയിൽ ആരംഭിക്കാം എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഒത്തുചേരലൊക്കെ ആയതുകൊണ്ട് ഒരു അല്പം മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ
കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളും ഏറ്റവും ഇളയ ആളും കൂടിയാണ് കേക്ക് മുറിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടീമും കൂടി എത്താനുണ്ട്, അതാണ് ഇങ്ങനെ വെയിറ്റിങ്. ഇതാണ് ഞങ്ങളുടെ ചാച്ചൻ. ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അമ്മയുടെ അച്ഛനെ അമ്മ വിളിക്കുന്നതും ഞാൻ വിളിക്കുന്നതും എൻ്റെ മോൾ വിളിക്കുന്നതൊക്കെ ചാച്ചാന്നാണ്. എല്ലാവർക്കും ചാച്ചനാണ്. അപ്പോൾ അവർ രണ്ടാളും ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇതേ പാപ്പനും ആൻറ്റി എത്തി. അവർ പള്ളിയിൽ പോയതാണ്, അതാണ്. അപ്പോൾ എന്താണ് ഇത്രയും വൈകിയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇതേ മോൾ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ പറയട്ടെ, നമുക്ക് ഭക്ഷണം വീട്ടിലുണ്ടാക്കാൻ പറ്റിയാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത്തിരി പൈസ ചിലവാക്കുന്നുണ്ടല്ലേ, ഓർഡർ ചെയ്യാൻ പറ്റിയാലും നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മുടെ മക്കളെയും കൂട്ടി ഒത്തുകൂടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാലേ അവർക്ക് ആ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ വാല്യൂസ് മനസ്സിലാവുള്ളൂ. എന്നാലേ അവരതിനനുസരിച്ച് നമുക്ക് പുറമേ ആണെങ്കിലും ജനങ്ങളോടും പൊതുസമൂഹത്തിനോടൊക്കെ ആ വാല്യൂബിളായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ്. അവൾ അത്രയും നേരം കേക്ക് മുറിക്കാൻ ആകാംക്ഷ കൂടിയിട്ട് ആ നേരം ആകുമ്പോൾ അവൾക്ക് മടിയും ചമ്മലും നാണം കിടക്കുകയായി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. ഇത് ചാച്ചനും അവളും കൂടിയാണ് കേക്ക് മുറിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം ആണുങ്ങൾക്ക് വിളമ്പി കൊടുത്ത് അവർ കഴിച്ചതിന് ശേഷം മാത്രമേ പെണ്ണുങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ആദ്യം നമുക്ക് വിശന്നു, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി തന്നെ ആദ്യം ഇരുന്നു. അപ്പനും എൻ്റെ ചേട്ടനും മാമന്മാരും പാപ്പനും എല്ലാം പുറത്ത് വെയിറ്റിംഗ് ആണ്. ചാച്ചന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാച്ചന് കുറച്ച് സ്ലോ ആയിട്ട് കഴിക്കുള്ളൂ, അതുകൊണ്ട് ചാച്ചന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവരുടേതായ കാര്യങ്ങൾ, ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ അതിൻ്റെ ഇടയിൽ പോയി കൈയിടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അകത്ത് നല്ല പോളിങ്ങിലായിരുന്നു. അപ്പോൾ അവരൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ആരും ദുർമുഖം കാണിച്ചോ അല്ലെങ്കിൽ അവർ നിൽക്കട്ടെ ഇങ്ങനെ നിൽക്കട്ടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തതിൻ്റെ ദേഷ്യം കാണിക്കുകയാണ് എൻ്റെ പുന്നാര ആങ്ങള. അതായത് അവൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് അലീഷേച്ചി തിന്നുന്നത് കാണിച്ചു കൊടുക്കട്ടെ, എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ പൊറോട്ടയും ചില്ലി ചിക്കൻ ഉണ്ട്, ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവരിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നത്. ഇത് ആൻറ്റിയാണ് കേട്ടോ, മാമൻ്റെ ഭാര്യയാണ്. അപ്പോൾ എല്ലാവരും നാളെ പോകും. ഞങ്ങൾ നാളെ തിരിച്ചു പോവുകയാണ്. ആമീൻ എൻ്റെ ഒരു അനിയത്തി പഠിക്കാൻ വേണ്ടി പോകും, മറ്റവർക്ക് ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഇതേ എൻ്റെ ഒരു ഫോട്ടോ ക്യൂൻ അതിനിടയ്ക്ക് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ ആളുകളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഈവനിങ് ആയിരുന്നു. ഫുഡും കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പിരിയാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം തന്നെ രാത്രിയോട് അടുപ്പിച്ചായിരുന്നു, 10 മണിയോട് അടുപ്പിച്ചായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ തോട്ടത്തിൽ കൂടെ പോകേണ്ടതാണ്. അപ്പോൾ അതെ എല്ലാവരും കൂടി പോവുകയാണ്. ആമി ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമീനോടും യാത്രയൊക്കെ പറഞ്ഞ് ആൻറ്റിയും എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യണം. ഈ ഒക്കെ മെമ്മറിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ.